ഈ ഭൂമുഖത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ പറഞ്ഞതും പറയാനിരിക്കുന്നതുമായ വാക്കുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അത് കേവലം ഒരു സംസ്കാരമോ ഒരു ഐഡന്റിറ്റിയോ ഒരു മുദ്രാവാക്യമോ മാത്രമായി ഒതുങ്ങുന്നില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളുമായിട്ടുള്ള ഒരു കരാറാണ് സത്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. ആ കരാർ ആരാണ് കൃത്യമായി പൂർത്തീകരിക്കുന്നത്, പാലിക്കുന്നത്, അവർക്കാണ് സ്വർഗമുള്ളത്. അതാരാണ് ലംഘിക്കുന്നത്, അവർ നരകത്തിൽ ചെന്ന് പതിക്കും. അതുകൊണ്ട് തന്നെ അത് സ്വർഗത്തിന്റെ താക്കോലാണ് എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. അത് നാവുകൊണ്ട് പറയുക എന്നതിനപ്പുറം അത് ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കുക എന്നതാണ് നമ്മൾ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലേ? അത് ഒരു താക്കോല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ പല്ലുകൾ ഉണ്ടാവും. ആ പല്ല് കൃത്യമായാൽ മാത്രമേ ആ പൂട്ട് തുറക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ചില ഷർത്തുകളുണ്ട്, അല്ലെ? നമ്മൾ കുറെ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച, ഒരു ദിവസം അനേകം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്ന ആളുകൾ. പക്ഷെ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നു. പക്ഷെ അവർ കലിമയുടെ ആളുകളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരാണ്, ആ ഒരു ഐഡന്റിറ്റി അവകാശപ്പെടുന്നവരാണ്. പക്ഷേ അവരതിന്റെ ഷർത്തുകൾ പാലിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അന്വർത്ഥമാക്കി ജീവിതം കാഴ്ചവെക്കണം. അപ്പൊ അതിന് കുറെ നിബന്ധനകളുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണമെങ്കിൽ. അതിലൊന്നാമത്തേത് ശരിയായ അറിവ് തന്നെയാണ്, അൽ ഇൽമു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം, നിങ്ങൾ അറിയണം നിശ്ചയമായും കാര്യം അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു മാത്രമാണ് യഥാർത്ഥ ആരാധനക്കർഹൻ എന്ന ഒരു കൃത്യമായ ഒരു നഫി, അല്ലേ? അല്ലാഹു മാത്രമാണ്, അല്ലാഹു അല്ലാത്ത ഒരുത്തനും ആരാധനക്കർഹനല്ല എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അറിവുണ്ടെങ്കിലാണ് അല്ലാഹു മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവൻ, അല്ലാഹു മാത്രമാണ് എല്ലാം കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിവുള്ളവൻ, അല്ലാഹു മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യനെ സഹായിക്കാൻ കഴിവുള്ളവൻ. ഇതൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ടാവുമ്പോഴാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, കെലിമ ചൊല്ലുന്നുണ്ട്, കെലിമ ഓതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ നേരെ എതിരെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെ? ജാറത്തിൽ പോയിട്ട് അവിടുത്തെ പുണ്യാത്മാവിനോട് പ്രാർത്ഥിക്കാം, അവരോട് പ്രാർത്ഥിക്കുക. ജാറത്തിൽ ഖബറിൽ എന്താ സന്ദർശിക്കുന്നത്? ഖബർ മരണത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാകാനാണ്, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന, ഖബറാളിയോട് സഹായം തേടുന്ന, അല്ലെ? അല്ലെങ്കിൽ ശകുനങ്ങളിൽ വിശ്വസിക്കുന്ന, അല്ലെ? നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള ഷിർക്കിലേക്ക്, എന്താണ്, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്ന, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന ഷിർക്കിന്റെ വഴികളിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ട്. പക്ഷേ അവർ പറയണ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, കെലിമ ചൊല്ലുന്നവരാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് കൃത്യമായി ജഹാലത്താണ്, അറിവില്ലായ്മയാണ്. അപ്പൊ അറിവുണ്ടാകുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മനസ്സിലാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുകൊണ്ട്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിക്കാനല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, മഴ പെയ്യിക്കുന്നത്, ഇതൊക്കെ അല്ലാഹുവാണ് എന്ന് മക്കാ മുശ്രിക്കുകൾക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ വിസമ്മതിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ അവർ വിസമ്മതിച്ചത് എന്താണ്? അത് കേവലം നാവുകൊണ്ടുള്ളൊരു പ്രവർത്തനം മാത്രമാണ് എന്നവർ വിശ്വസിച്ചിരുന്നില്ല. അതിന് ജീവിതത്തിൽ എന്തുണ്ട്? ചില പ്രതിഫലനങ്ങളുണ്ട്, ഉണ്ടാകേണ്ടതുണ്ട്. അതിനവർ തയ്യാറില്ല. അതിനവർ തയ്യാറില്ലാത്തത് കൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാത്തത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചത്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരെ നിന്നത്, അല്ലാഹുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്നവർക്കറിയാത്തത് കൊണ്ടല്ല, അല്ലാഹുവാണ് മഴ പെയ്യിക്കുന്നത് എന്നവർക്കറിയാത്തത് കൊണ്ടല്ല. ഏത് പ്രയാസങ്ങളിലും കെടുതികളിലും അവസാനത്തെ രക്ഷിക്കാൻ അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് അറിയാത്തവരല്ല മക്കയിലെ മുശ്രിക്കുകൾ. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് അവർക്കറിയാമായിരുന്നു. ആ മാറ്റത്തിന് അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് അവർ പ്രഖ്യാപിക്കാതെ പോയത്. അപ്പൊ അതുകൊണ്ട് അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഒരു സത്യവിശ്വാസിക്ക് വേണം. ഫമൻ യക്ഫുറു ബിത്വാഗൂതി വയുമിൻ ബില്ലാഹ് എന്നാണ്. തോഗൂത്തുകൾ എന്ത് ചെയ്യണം? വെടിയണം, അവയെ ഉപേക്ഷിക്കണം, അതിനെ നിഷേധിക്കണം. വമൻ യക്ഫുറു ബിത്വാഗൂതി വയുമിൻ ബില്ലാഹ്, അള്ളാഹു അല്ല അള്ളാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളിൽ ഒരാൾ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഈമാൻ പൂർണ്ണമാകുക. അപ്പോഴാണ് ഈമാൻ എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ്. അപ്പോ ആ ഇബാദത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുക. എന്താണ് ഇബാദത്ത് പറഞ്ഞാൽ? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു വയർദാഹു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും, അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, അതാണ് ഇബാദത്ത് കൊണ്ടുവന്നത്. അത് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും അതൊക്കെ എന്താണ്? അതൊക്കെ ഇബാദത്താണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശരിയായ അറിവുണ്ടാകുക എന്നത് അതിന്റെ ഒരു നിബന്ധനയാണ്. രണ്ടാമത്തെ നിബന്ധന എന്താണ്? യഖീൻ, ദൃഢമായ വിശ്വാസമാണ്. ദൃഢമായ സംശയം ഉണ്ടാകാൻ പാടില്ല. പടച്ചോണ്ടോ ഇല്ലേ, പടച്ചോ മാത്രമേ ആരാധിക്കപ്പെടണം, വേറെ ദൈവങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ പറ്റിക്കണോ, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ വാദങ്ങളാണോ, ഇതൊക്കെ ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി വെറുതെ പൊട്ടീസ് കാട്ടുകയാണോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് നമ്മളെ ഈമാൻ പൂർണ്ണം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. എന്താണ്? അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും ചെയ്യണം. അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. പിന്നീട് ഒരു സംശയം ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലാ യൽഖല്ലാഹ വഹുവ യശുക്കു ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന എന്ന് സഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാൻ പറ്റും. എന്താണ്? ലാ യൽഖല്ലാഹ, അല്ലാഹനെ കണ്ടുമുട്ടൂല എന്നാണ്. എങ്ങനെ? വഹുവ യശുക്കു ഫീഹിമാ, ആ രണ്ട് കാര്യത്തിൽ സംശയമുള്ള ആളുകൾ നാളെ പടച്ചോനെ കാണൂല എന്നാണ്. ഒന്നെന്താണ്? ഒന്ന് അള്ളാഹുവിന്റെ വഹദാനിയത്തില്, അള്ളാഹുവിന്റെ തൗഹീദില്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ഏകദൈവ വിശ്വാസത്തിൽ സംശയമുള്ളവൻ. രണ്ടാമത്തെ റിസാലത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ്, റസൂലാണ് എന്ന കാര്യത്തിൽ സംശയമുള്ള ആളുകൾ. ഈ രണ്ട് കൂട്ടരും നാളെ പടച്ചോനെ കാണൂല എന്നാണ്, ഒരു സ്വർഗത്തിൽ കയറൂല എന്നാണ്. ലാ യൽഖല്ലാഹു വഹുവ യശുക്കു ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല യഖീനുമാണ് ഈ വിശ്വാസത്തിൽ, ദൃഢമായ വിശ്വാസം. പരലോകത്തില്, തൗഹീദില്, റിസാലത്തില് ഇതെന്ത് വേണം? ഇത് നല്ല കൃത്യം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളെ പേടിക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകും അല്ലെ. അള്ളാഹുവിനേക്കാൾ നമ്മൾ സൃഷ്ടികളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതേപോലെ തന്നെ ദുശകുലങ്ങളിലും ദുശക്തികളിലും അന്ധവിശ്വാസങ്ങളിലും എന്താണ് ഇത്തരത്തിലുള്ള നാളുകളിലും നക്ഷത്രങ്ങളിലൊക്കെ വിശ്വസിച്ച് അതിനെ പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിക്കും. അതിൽ നിന്നൊക്കെ ഒരു നിർഭയത്വമാണ് ശരിയായ യഖീനായ വിശ്വാസം ഒരാൾക്ക് നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ യഖീൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന നടത്തണം. എന്റെ റിസ്ക്, ആ റിസ്ക് തടയാൻ അല്ലെ, എന്റെ കച്ചവടത്തിന് കുറവ് വരുത്താൻ മറ്റേ കച്ചവടക്കാരന് പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, എന്റെ റിസ്ക് ഏതെങ്കിലും ആളുകൾക്ക് തട്ടിമാറ്റാൻ കഴിയും. അള്ളാഹു ഞാൻ ജനിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് കണക്കാക്കിയതാണ് എന്റെ റിസ്ക്, എന്റെ മേൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ. അതിനൊക്കെ മാറ്റം വരുത്താൻ ഏതെങ്കിലും മനുഷ്യനോ ജിന്നിനോ മലക്കിനോ ചാത്തനോ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസ യഖീൻ എന്താണ് സഹോദരങ്ങളെ? അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിരിക്കണം. നല്ല സംശയമില്ലാതെ ഒരാൾക്ക് വിശ്വസിക്കുക എന്നുള്ളത്, ഒരാളെന്താണ് അങ്ങനെ വിശ്വാസമുള്ളവനെ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് ആർക്കേ പറയാൻ കഴിയുള്ളൂ? അത്തരത്തിൽ ദൃഢമായ അള്ളാഹുവിൽ യഖീനോടുകൂടി വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ നാമങ്ങളിലും ഗുണങ്ങളിലും വിശേഷണങ്ങളിലും എന്റെ പ്രയാസങ്ങൾ അറിയുന്ന, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം നൽകുന്ന, എന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം അറിയുന്ന, ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഒരു റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആ റബ്ബിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, ആ റബ്ബിന്റെ മുമ്പിലേക്കാണ് ഞാൻ വിചാരണക്ക് ചെല്ലാനുള്ളത്. ആ റബ്ബ് അങ്ങേയറ്റം കാരുണ്യവാനാണ്, ആ റബ്ബെ അങ്ങേയറ്റം അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന ശരിയായ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് നിലപാട് സ്വീകരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് യഖീനായിരിക്കുക എന്നുള്ളതാണ്. നല്ല അറിവുണ്ടായിരിക്കണം. യഖീനായ അള്ളാഹുവിനെ പറ്റിയുള്ള അള്ളാഹു അറിയിച്ചു തന്ന വഹി, അതെന്താ? ഖുർആനും ഹദീസും. അല്ലാതെ ആർക്ക് തോന്നിയതല്ല, അള്ളാഹിനെ പറ്റി തോന്നിയത് പറയാൻ പറ്റൂല. അള്ളാഹുവിനെ പറ്റി എന്തൊക്കെ ഖുർആനിലും ഹദീസിലും അറിയിച്ചു തന്നിട്ടുണ്ടോ അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലെ. അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് യഖീനാണ്. മൂന്നാമത്തെ എന്താ? ഇതൊക്കെ കബൂൽ ചെയ്യാൻ, ഇതൊക്കെ ആന്തരികമായും ബാഹികമായും ഇത് ഉൾക്കൊള്ളാനുള്ള കഴിയും. വഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറുൻ, മുശ്രിക്കുകളെ പറ്റി പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ അഹങ്കരിക്കുമെന്നാണ്, അവർ സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നാണ്.
അപ്പൊ തൗഹീദ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ മുഴുവനും ഒരാൾ സ്വീകരിക്കണം. അള്ളാഹു ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഇന്നത് കൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു ഇന്നത് വിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം അതിൽ നിന്ന് മാറി നിൽക്കാൻ, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കാനുള്ള, അതായത് ഈ ദീനനുസരിച്ച് ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ, അല്ലെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ അതനുസരിച്ച് സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ. അപ്പോ അതിന് ശിർക്ക്, ഖുറാഫാത്തുകളെ, ശിർക്ക് ബിദ്അത്തുകളെ അതിനോട് അത് ഉപേക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൈവരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കബൂൽ ചെയ്യാന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കബൂൽ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ അള്ളാഹുവും റസൂലും എന്തൊക്കെ പഠിപ്പിച്ചോ ആ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മളെ മനസ്സ് പാകപ്പെടണം. അല്ലെങ്കിൽ എന്താണ്ടാക, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, പക്ഷെ എല്ലാ തോന്നിയാസും ചെയ്യും. ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കും, പക്ഷേ എന്ത് ചെയ്യും? 5 നേരം നിസ്കരിക്കാൻ പോലും തയ്യാറല്ലാത്ത, നമസ്കാരം ഉപേക്ഷിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ഹിജാബ് ധരിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സുന്നത്ത് എന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ ചെയ്താൽ മതി, സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാണെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള നിലപാടിലേക്ക് നമ്മൾ അതപ്പതിക്കും. സുന്നത്ത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ച കാര്യങ്ങൾ അത് ദീനിന്റെ ഭാഗമാണ്, ദീനിന്റെ ഭാഗമാണ്, അത് ഓപ്ഷണൽ അല്ല. അതേപോലെ തന്നെ അതെന്താണ്? ഖുർആൻ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ, ഹദീസൊന്നും വഹിയല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പോ അതൊക്കെ സഹോദരങ്ങളെ, എന്റെ ഷെയ്ഖ് പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ, വേറെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനെ ആയത്തുണ്ടായിട്ടൊന്നും കാര്യമില്ല, എന്റെ ഷെയ്ഖ് പറയണം, അല്ല എന്റെ ഇമാമ് പറയണം, എന്റെ ഷെയ്ഖ് പറയണം എന്ന് പറഞ്ഞ, എന്റെ കുത്തുബ് പറയണം എന്ന് പറയുന്ന നിലപാടിലേക്ക്, അതായത് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുമാകുന്ന വഹി അത് ജീവിതത്തിൽ അംഗീകരിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും തയ്യാറാകുക എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താണ്. അതിന് തയ്യാറല്ല ഇവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിൽക്കണ്ട. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറാമിനെ ഹറാമായിട്ട് കാണാൻ, സുന്നത്തിനെ നബിചര്യയെ നബിചര്യയായി, അള്ളാഹു എന്ത് കൽപ്പിച്ചോ അതിനെന്തിനേക്കാളും വില കൽപ്പിക്കുന്ന, അല്ലെ, അത് അള്ളാഹു എന്താണ്, എന്റെ വസ്ത്രധാരണം അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ച വസ്ത്രധാരണമാണ് എന്റേത്, അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥമാണ്, ആശയമാണ്. അതേപോലെ തന്നെ കീഴൊതുങ്ങുക എന്നല്ല, ഇൻഖിയാദ്, അല്ലെ, വഅസ്ലിമൂ ലഹു വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ. അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിയ, സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് കാണാം, അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിയവനാണ്, അവനാണ് മുഹ്സിൻ എന്നത്, അല്ലെ. അപ്പൊ അതുകൊണ്ട് സഹോദരൻ 5 നേരം നമസ്കരിക്കുക എന്നുള്ളത്, നോമ്പ് തോൽക്കുക എന്നുള്ളത്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത്, അതൊക്കെ എന്തൊക്കെ പരിഹാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളത്, അപ്പോ അതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് കീഴൊതുങ്ങിയവനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് അവൻ നൽകുന്ന വില അതാണ്. അത് സത്യപ്പെടുത്തണം. അസ്ദിഖ് 5ാമത്തെ ഷർത്തതാണ്, സിദ്ഖ് സത്യപ്പെടുത്തുക എന്നുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. എന്താണ്? നിഫാഖ് ഉണ്ടാകാൻ വേണ്ട, സത്യസന്ധതമാണ് പറയുന്ന കാര്യത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രഖ്യാപിച്ച കാര്യത്തിൽ പിന്നെ നിഫാഖ് ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളിലുണ്ട് എന്ത്? വാക്കുകൾ കൊണ്ട്, കൗല് കൊണ്ട് അവർ പറയും ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അന്ത്യനാളിലും അല്ലാഹുവിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ചില ആളുകൾ മനുഷ്യന്മാരിലുണ്ടെന്നാണ്. വമാഹും ബിമുഅ്മിനീൻ, അവർ സത്യത്തിൽ എന്തല്ല, വിശ്വാസികളല്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ അതില്ല, അവരുടെ പ്രവർത്തനങ്ങളിൽ അത് കാണൂല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. സത്യത്തിൽ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിന്റെ അപ്പൊ എന്താണ്? സത്യസന്ധത, പറഞ്ഞ കാര്യത്തിൽ, പ്രഖ്യാപിച്ച കാര്യത്തിലുള്ള സത്യസന്ധത ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷർത്താണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചണമെങ്കിൽ പിന്നെ അതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ നിഫാക്ക് കാട്ടാൻ പാടില്ല. ഉള്ളിൽ വേറെ പുറത്തു വേറെ ഒന്നുണ്ടാകുന്നത്, 2 മുഖം ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ദീനിന്റെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഫീ ഖുലൂബിഹിം മറളും, അങ്ങനെ സംഭവിച്ച അന്തരങ്ങൾ, ഫീ ഖുലൂബിഹിം മറളും, അവരുടെ ഹൃദയങ്ങളിൽ അസുഖമുണ്ട് എന്നാണ്. ഫസാദഹുമുല്ലാഹു മറള, ആ അസുഖം അല്ലാഹു എന്ത് ചെയ്യുള്ളൂ? വർദ്ധിപ്പിക്കുള്ളൂ. വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ, അവർ നിഷേധിച്ചത്, കള്ളം പറഞ്ഞതുകൊണ്ട് കാരണം അവർക്ക് അല്ലാഹു വേദനാജനകമായ ശിക്ഷ നൽകും. അപ്പൊ എന്ത് ചെയ്യും? ആ രോഗം അല്ലാഹു വർദ്ധിപ്പിക്കുള്ളൂ, മാറ്റി തരൂല എന്നുള്ളതാണ്. അതുകൊണ്ട് നിഫാക്ക് വരാതിരിക്കാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം. മാ മിൻ അഹദിൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ നരകം അവന്റെ മേൽ അല്ലാഹു ഹറാമാക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് ജീവിതത്തിൽ എന്ത് ചെയ്യും? അത് വാക്കിൽ ഒതുങ്ങി നിൽക്കില്ല. വാക്കിൽ അത് ഹൃദയത്തിൽ വിശ്വാസമായി, നാവിന് വാക്കായി, അവയവങ്ങളുടെ പ്രവർത്തനമായിട്ട് എന്ത് ചെയ്യും? ആ ഈമാൻ പുറത്തു വരുമെന്നാണ്. ഈമാൻ വാക്ക് മാത്രമല്ല, ഈമാൻ വിശ്വാസം മാത്രമല്ല, ഈമാൻ കർമ്മം കൂടിയാണ്. അത് കൂടും കുറയും. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദതാണ്. ഈമാൻ എന്താണ്? ഈമാന് വാക്കാണ്, പ്രവൃത്തിയാണ്. അത് കൂടും ചെയ്യും കുറയും ചെയ്യും എന്നുള്ളതാണ്. അത് വിശ്വാസം മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് അത് വാക്കുകളായിട്ട് പുറത്തേക്ക് വരും, അത് കർമ്മങ്ങളായി പുറത്തേക്ക് വരും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അത് കൂടും. അൽ ഈമാനു ഖൗലും വഅമലും,
യസീദ് വയൻഖുസ്, അത് കൂടും ചെയ്യും കുറയും ചെയ്യും. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ കൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇഖ്ലാസ് എന്നുള്ളത് പറയുന്ന കാര്യത്തിലുള്ള ആത്മാർത്ഥത. ലാ ഇലാഹ ഇല്ലല്ലാഹ് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് ഖാലിസൻ മിൻ ഖൽബിഹി എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഹദീസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ സൂറത്തു സുമറിലെ മുഖ്ലിസായിട്ട് അല്ലെ ഖാലിസായിക്കൊണ്ട് തന്നെ നല്ല ഇഖ്ലാസോട് കൂടി സിൻസിയർ ആയിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തന്നാല് നമ്മൾ അതില്ലെങ്കിൽ സഹോദരൻ എന്താണ് അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. നമ്മൾ ഒരു ഉഹുദ് മലയോളം കർമ്മങ്ങൾ ചെയ്താലും നാളെ അള്ളാഹു അതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ പറത്തിക്കളയുന്നതാണ്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ അല്ലെ, അതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? അതൊക്കെ അള്ളാഹു പറത്തിക്കളയുന്നതാണ് എന്നാണ്. കാരണം ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. ആരെങ്കിലും തൃപ്തിക്ക് വേണ്ടി ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പദവികളോ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഇഖ്ലാസ് ഇല്ലാതെ ചെയ്ത കർമ്മങ്ങൾ നാളെ പടച്ചോൻ സ്വീകരിക്കൂല എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിലും സഹോദരങ്ങളെ ഈ ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കബൂൽ ചെയ്യണമെങ്കിൽ അതിന്റെ ഷർത്താണ്. അതുകൊണ്ട് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി, അവനെ അങ്ങനത്തെ ആളെ പറ്റി പറഞ്ഞത് അവരെന്ത് ചെയ്യും? അവര് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ കേവലം ഒരു വാക്ക് മാത്രമല്ല, അത് ജീവിതത്തിന്റെ ഒരു നിലപാടാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ വിശ്വാസമാണ്. അപ്പൊ അതിന് എന്താണ്? അത് സ്വർഗത്ത് പോകാൻ മാത്രമായ ഒരു വലിയ തത്വമാണ്. അപ്പൊ അതിന് കുറെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിൽ 6 ഇപ്പൊ പറഞ്ഞത്. 7ാമത്തെ പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾക്ക് സ്നേഹിക്കാൻ സാധിക്കാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ്. വിശ്വാസികൾ ആരാണ്? അള്ളാഹുവിനോട് അതികഠിനമായ മറ്റേതിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് ആര്? സത്യവിശ്വാസികൾ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇബാദത്തിന്റെയും അസ്ൽ എന്ന് പറഞ്ഞത് ഈ അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. അതെങ്ങനെയാണ്? അത് അള്ളാഹിനെ സ്നേഹിക്കാൻ എന്താണ്? അത് അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ സ്നേഹിക്കണം. അല്ലാതെ അള്ളാഹിനെ സ്നേഹിക്കാൻ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചതല്ല, സ്റ്റാറ്റസ് ഇട്ടുണ്ടാവില്ല, കാറിൽ തൂക്കിയതുകൊണ്ടാവില്ല. അത് ജീവിതത്തിൽ കാണണം. ഖുർആനിനോടുള്ള സ്നേഹം, സുന്നത്തിനോടുള്ള സ്നേഹം, സഹാബത്തിനോടുള്ള സ്നേഹം, അള്ളാഹു ആദരിച്ചവരോടുള്ള സ്നേഹം, അല്ലെ അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളോടുള്ള സ്നേഹം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ പ്രഖ്യാപിച്ചുകൊണ്ടോ തൊള്ളട്ടത് കൊണ്ടോ അള്ളാഹിനോട് ജീവിതത്തിൽ നോക്കിയാൽ കാണാൻ പറ്റണം. ദീനിന്റെ ചിഹ്നങ്ങൾ ആദരിച്ച് അതിനെ ഫോളോ ചെയ്യുന്ന 5 നേരം പള്ളിയിൽ കാണാൻ സാധിക്കും, അല്ലെ. അതേപോലെ തന്നെ ഖുർആനിനോടുള്ള സ്നേഹം, ഖുർആൻ ഓതണം, അല്ലെ, ഖുർആൻ ഹിഫ്ള് ചെയ്യണം, അതേപോലെ തന്നെ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ദർജയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തസ്ബീഹ് ചെല്ലാൻ വേണ്ടിയിട്ട് കേവലം ഒരു ദിക്റിന് വേണ്ടി മാത്രമല്ല, അതായത് ജീവിതത്തിന്റെ നിലപാടാണ്, ജീവിതത്തിന്റെ മാനദണ്ഡമാണ്. അതുകൊണ്ടൊരു വിശ്വാസി അള്ളാഹുവുമായിട്ടുള്ള കരാറാണ്. കാരണം അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു പൊതിന്നാണ്. കാരണം അങ്ങനത്തെ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ച് മെനക്കെടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാനും. ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരാണ്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ട് അത് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അത് നാവ് കൊണ്ടുള്ള ഒരു അലങ്കാരം മാത്രമല്ല, അതൊരു മതപരമായ ഒരു തസ്ബീഹ് എന്നതിലപ്പുറത്ത് അത് അള്ളാഹുവുമായിട്ടുള്ള കരാറാണ്. ആ കരാറ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണമെങ്കിൽ അതിനെപ്പറ്റി ശരിയായ അറിവുണ്ടായിരിക്കണം, നല്ല ദൃഢമായ വിശ്വാസമുണ്ടായിരിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കബൂൽ ചെയ്യുമ്പോൾ ആ ശരീഅത്ത് അനുസരിച്ച് അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ അതറിയാനും മനസ്സിലാക്കാനും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായി വിധേയപ്പെടാനും കീഴൊതുങ്ങാനും അതിനെ സത്യപ്പെടുത്താനും ആ അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ തഹ്ഖീഖ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ അന്വർത്ഥമാക്കി ജീവിക്കുന്നത്. ഒരു വാക്കിൽ അവസാനിപ്പിക്കുന്നത്, ഒരു വാക്കുകൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ജീവിതം കൊണ്ട് നമ്മൾ അതിനെ അന്വർത്ഥമാക്കണം. തഹ്ഖീഖ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് സ്വർഗത്തിന്റെ താക്കോലായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ട് നമ്മുടെ ജീവിതം മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ.